ഹായ് ഫ്രണ്ട്സ്, അപ്പോ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം കണ്ണൂർ 2017 ചോദ്യ പേപ്പറാണ് ചെയ്യുന്നത്. ഒരു 3 ചോദ്യങ്ങൾ കൂടി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് കഴിഞ്ഞു, മലയാളത്തിലേക്ക് പ്രവേശിക്കും. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുക. ഞാൻ പറഞ്ഞത് +2 ലെവൽ പ്രാഥമിക എക്സാമിന്റെയാണ് ചെയ്യുക. ദ ലീവ്സ് ഡാഷ് ആസ് ദ വിൻഡ് ബ്ലൂ എന്നാണ് തന്നിട്ടുള്ളത്. എന്താണ് വരിക ഇവിടെ? ലീവ്സിനെ സംബന്ധിച്ചിടത്തോളം ഓർക്കുക, അതൊക്കെ പ്രയോഗം കൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കി വരണം. ക്വസ്റ്റ്യൻസ് പേപ്പർ റസ്റ്റിൽഡ് ആണ്. ദ ലീവ്സ് റസ്റ്റിൽഡ് ആസ് ദ വിൻഡ് ബ്ലൂ. എന്താണ് ഈ റസ്റ്റിൽഡ് എന്ന് പറഞ്ഞാൽ? പേപ്പറോ അല്ലെങ്കിൽ ഇലകളോ, ഉണങ്ങിയ ഇലകളോ ഒക്കെയാണ് റസ്റ്റിൽ ചെയ്യുക. അതെന്താ വെച്ചാൽ ഒരു ശബ്ദം ഉണ്ടാക്കും, ഒരു ഡ്രൈ സൗണ്ട് ഉണ്ടാക്കും. അതിനെയാണ് റസ്റ്റിൽ എന്ന് പറയാം. കിരുകിരുപ്പ് എന്ന് പറയാം, മർമര ശബ്ദം എന്ന് പറയാം. ദ ലീവ്സ് റസ്റ്റിൽഡ് ഇൻ ദ ബ്രീസ്. ആ കാറ്റത്ത് ചെടികളുടെ ഇലകൾ ഒരു കിരുകിരുപ്പ് ശബ്ദം ഉണ്ടാക്കി. അതാണ് റസ്റ്റിൽഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. മറ്റൊന്നാണ് ഹിസ്ഡ്. എന്താ ഹിസ്ഡ് എന്ന് പറഞ്ഞാൽ? അത് യെസ് എന്നുള്ള ഒരു ശബ്ദം, എന്നുള്ള ആ ശബ്ദം, അത് തന്നെയാണ് ഹിസ്ഡ്. പാമ്പൊക്കെ ഉണ്ടാക്കാറില്ലേ? അതുകൊണ്ട് പാമ്പ് സ്നേക്ക് ഹിസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഹിസ് ചെയ്യല്ലട്ടാ, ഹിസ്. അപ്പോ ഇവിടെ എന്താ പറയാ? ഇവിടെ സീൽക്കാരം എന്നുള്ള ശബ്ദം, എന്നുള്ള ശബ്ദം കേൾക്കില്ലേ? അത് തന്നെയാണ് ഹിസ് ചെയ്യുക എന്ന് പറയുന്നത്. സീൽക്കാരം. വൈ ഡു സ്നേക്ക് ഹിസ്? ദ എസ്കേപ്പിംഗ് ഗ്യാസ് വാസ് ഹിസ്സിങ് ഒക്കെ പറയും. ആ ഷേ എന്നുള്ള ശബ്ദത്തോടു കൂടി പോണതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹിസ്സിങ് എന്ന് പറയുന്നത്. ഹിസ് എന്താണെന്ന് മനസ്സിലായല്ലോ? യെസ്. നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് എന്താ? വാക്ക് തന്നെ, മർമർ. മർമരമാണ്, നിങ്ങൾക്ക് അറിയാലോ, മർമരം. ദ വൈൻഡ് വാസ് മർമറിങ് ത്രൂ ദ ട്രീസ്. അത് ഏതെങ്കിലും ഒരു കാര്യം മെല്ലെ പറയണേനെയും നമ്മൾ എന്തെന്ന് പറയും? മർമർ എന്ന് പറയൂട്ടാ. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ മെല്ലെ പറഞ്ഞാലും അതിനെ എന്താ പറയാ? മർമർ എന്ന് പറയും. ഐ ലവ് യു, ഷീ മർമേർഡ്. അവൾ സ്വകാര്യം പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കും. ഹി വാസ് മർമേർഡ് ടു ഹിംസെൽഫ്. അവൻ അവനോട് തന്നെ പിറുപിറുത്തു. പിറുപിറുക്കുക, മന്ത്രിക്കുക. കണ്ടു ഇവിടെ, ഐ ലവ് യു, ഷീ മർമേർഡ്. അവൾ മന്ത്രിച്ചു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതേസമയം ഹി വാസ് മർമറിങ് ടു ഹിംസെൽഫ്. അവൻ അവനോട് തന്നെ പിറുപിറുക്കുകയായിരുന്നു. ഇതൊക്കെ എന്താണ്? ഇതെല്ലാം ആ അർത്ഥം വരും. അപ്പൊ ഒന്ന് മനസ്സിലാക്കി വെക്കുക, അത് എഴുതി വെക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വൊക്കാബുലറിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വൊക്കാബുലറി ബുക്ക് ഞാൻ തരും. അത് നിങ്ങൾക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇത് സ്ലൈഡ്സ് ഇങ്ങനെ പോണത് പോലെ അതിൽ ഫ്രാസൽ വെർബ്സ് ഉണ്ടാവും, ഇതുപോലുള്ള വെർബ്സ് ഉണ്ടാവും, ഫോറിൻ വേർഡ്സ് ഉണ്ടാവും, അനിമൽ സൗണ്ട്സ് ഉണ്ടാവും. ലിങ്ക് ആയിട്ട് തന്നെ 1-2 ദിവസങ്ങൾ കൂടി, 2-3 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. അടുത്ത കഴിഞ്ഞുള്ള വീഡിയോകളിൽ അതുണ്ടായിരിക്കും. ക്രാക്കിൾ. ക്രാക്കിൾ എന്ന് പറഞ്ഞാൽ പടപട ശബ്ദം, പൊട്ടുക, ഇതൊക്കെയാണ് ക്രാക്കേഴ്സ് എന്ന് ഓർത്താൽ മതി. പടക്കം, പടപട എന്നുള്ള പൊട്ടണത് പോലെ ഉള്ള ശബ്ദത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്രാക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ക്രാക്കിൾ എന്താണെന്ന് മനസ്സിലായി, മർമർ എന്താണെന്ന് മനസ്സിലായി. നമ്മുടെ ചോദ്യത്തിലേക്ക് ഒന്ന് പോയി നോക്കൂ. ചോദ്യത്തിൽ പോകുമ്പോ എവിടെയാണ്? ദ ലീവ്സ്. ലീവ്സ് ആയതുകൊണ്ട് റസ്റ്റിൽഡ് ആണ്. ഹിസ്ഡ് പറ്റില്ല, മർമേഡ് പറ്റില്ല, ക്രാക്കിൾഡ് പറ്റില്ല. വിൻഡ് മർമറി, പക്ഷെ ലീവ്സ് റസ്റ്റിൽ ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഏറ്റവും ബെസ്റ്റ് വാക്ക് ഏതാണ്? റസ്റ്റിൽഡ് ആണ്. ആ കിരികിരിപ്പ് ഉണ്ടാക്കുന്ന ശബ്ദത്തിനെയാണ് എന്ന് പറയുന്നത് റസ്റ്റിൽഡ് എന്ന് പറയുന്നത്. മറ്റേത് ഹിസ്സഡ് എന്ന് പറഞ്ഞാൽ പാമ്പൊക്കെ ഉണ്ടാക്കുന്ന ശബ്ദമാണ്. മർമേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. ക്രാക്കിൾഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇനി നമുക്ക് ചില അനിമൽ സൗണ്ട്സ് പഠിക്കാം. ബീസ് ഹം ഓർ ബസ് ആണ്. ബീസ് എന്ത് ചെയ്യുക? ഹം ചെയ്യും അല്ലെങ്കിൽ ബസ്. ബീസ് ഹം. ആ ബീസ് എന്ന് കണ്ടാൽ നിങ്ങൾ ഹം എന്നുള്ള വാക്കോ ബസ് എന്നുള്ള വാക്കോ ആണ് അവിടെ കൊടുക്കേണ്ടത്. ബേർഡ്സ് ചിർപ്പ്. ടിറ്റർ. ടിറ്റർ കേട്ടിട്ടില്ലേ? അത് ബേർഡിന്റെ ചിത്രമാണല്ലോ, ആ ചിത്രം മനസ്സിൽ വെച്ചാൽ മതി. ടിറ്റർ, ട്വീറ്റ്. ബേർഡ്സ് സിങ് ചെയ്യും, വിസിൽ ചെയ്യും, ചൂളം വിളിക്കും അല്ലെ, വിസിൽസ്. അപ്പൊ ചിറപ്പ്, ചിർപ്പ്, ടിറ്റർ, ട്വീറ്റ്, സിങ്, വിസിൽ, ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ്? ബേർഡുമായി ബന്ധപ്പെട്ടതാണ്. ചിറപ്പ്, ചിർപ്പ്, ടിറ്റർ, ട്വീറ്റ്, സ്വിങ്, വിസിൽ. അതേസമയം ബീസ് ഹം ആൻഡ് ബസ് ആണ്. കാറ്റ്സോ? കാറ്റ്സ് മ്യൂ. വളരെ എളുപ്പമാണ്. പക്ഷെ പർ എന്നൊരു വാക്കുണ്ടേ കാറ്റിന്. കാറ്റ് മ്യൂ ചെയ്യും, കാറ്റ് തന്നെ ഹിസ് ചെയ്യും. കാറ്റ് യോൾ ചെയ്യും, യോൾ ചെയ്യും. കാറ്റ് ഹിസ് ചെയ്യും, മ്യോ.
പറ ശ്രദ്ധിച്ചോളൂ, പലപ്പോഴും വന്നിട്ടുണ്ട്. പറ ചെയ്യും മ്യൂ. ചിക്സ് എന്ന് പറഞ്ഞാൽ കോഴിക്കുട്ടികൾ, അത് ചീപ്പാണ്. ചിക്സ് വളരെ ചീപ്പാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ചിക്കൻസോ ക്ലക്ക് കാക്കിൾ, ആ ശബ്ദത്തിൽ തന്നെ കേൾക്കാല്ലേ, എന്തല്ലേ വരിക, ക്ലക്ക് ഓർ കാക്കിൾ. ക്രിക്കറ്റ്സും ചിർപ്പിയും, ബേർഡ്സ് മാത്രമല്ല ചിർപ്പ് ചെയ്യുക, ക്രിക്കറ്റ്സും ചിർപ്പിയും. ക്രിക്കറ്റ്സ് ക്രീക്ക്, അത് ക്രിക്കറ്റ് തന്നെ ഉണ്ട്. മണ്ണട്ടയിൽ തന്നെ ഉണ്ട് ആ ക്രീക്ക് എന്നുള്ള വാക്ക്. ക്രൗസ് കോ, അല്ലെ? ക്രൗസ് എന്ത് ചെയ്യുന്നു? കോ ചെയ്യുന്നു. ക്രൗസ് അല്ല ക്രോസ്. ഡോഗ്സ് എന്താ ചെയ്യാ? ബാർക്ക് ചെയ്യാണ് ചെയ്യാ. ഡക്സോ, ഡക്സ് ക്വാക്ക്, ഡക്സ് ക്വാക്ക്. അതേസമയം ചിക്കൻസോ ക്ലക്ക് ഓർ കാക്കിൾ. ഡോഗ്സ് ബാർക്ക് നമുക്കറിയാം, ക്രോസ് കാ എന്ന് വിളിക്കും, അതിനെ കാ. ക്രിക്കറ്റ് ക്രീക്ക് ചെയ്യും, ബേർഡ്സിനെ പോലെ തന്നെ അവിടെ ചിർപ്പെന്നും കൊടുക്കാം. ചിക്കൻസ് ക്ലക്ക് ഓർ കാക്കിൾ. ചിക്സ് അതല്ല, ഡീപ്പാണ്, ചീപ്പാണ്. കോഴിക്കുട്ടികൾ ചീപ്പ് എന്നോർത്ത് വെച്ചാൽ മതി. ബേർഡ്സിനാണ് ചിർപ്പ്, ടിറ്റർ ഓർത്ത് വെച്ചാൽ മതി. അതിൽ പക്ഷിയുടെ ചിത്രം ഉണ്ടല്ലോ. ട്വീറ്റ്, സ്വിംഗ്, വിസിലും ചെയ്യും. ബീസ് ഹം ആൻഡ് ബസ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതൊക്കെ നോട്ടെടുത്ത് എഴുതണേ, മനസ്സിൽ കൂടി കേട്ടി വെക്കണം. ഇതൊക്കെ പലതവണ PSCക്ക് ചോദിച്ചതാണ്. അടുത്തത് ഇവിടെ വന്നത് എന്താണ്? ഒരു ഇഡിയമാണ്. എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ദ ഡാഷ്. ഫോറസ്റ്റ്, നെസ്റ്റ്, കേവ്, ബുഷ്. ഇത് നമ്മൾ ഓർത്ത് വെക്കുക, പ്രയോഗം കൊണ്ട് ഓർമ്മിച്ചു വെക്കുക. ബുഷ് എന്നാണ് അവിടെ കറക്റ്റ് ആൻസർ. എന്താണ് കറക്റ്റ് ആൻസർ? ബുഷ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. എന്താണ് ഇതിന്റെ അർത്ഥം? സംഭവം സിമ്പിൾ ആണ്. എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ദ ബുഷ് എന്ന് പറഞ്ഞാൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. അതായത് കക്ഷത്തുള്ളത് വിട്ടിട്ട് മാനത്തുള്ളത് പിടിക്കണ്ട എന്ന് പറയും. കക്ഷത്തൊരു സംഭവം ഉണ്ട് നമ്മുടെ, അപ്പൊ ഞാൻ മാനത്ത് കൂടെ അതിനെക്കാട്ടും വലുതെന്ന് പോകുന്നുണ്ട്, ഒരൊറ്റ ചാടി പിടിക്കാൻ നോക്കല. മാനത്തുള്ളത് പോവുകയും ചെയ്തു, കക്ഷത്തുള്ളത് നിലത്ത് വീഴുകയും ചെയ്തു. അപ്പൊ മലയാളത്തിലത് കക്ഷത്തുള്ളത് വിട്ടിട്ട് മാനത്തുള്ളത് പിടിക്കണ്ട എന്ന് പറയും. എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ദ ബുഷ്. കയ്യിലുള്ള ഒരു പക്ഷി, പണ്ട് വേട്ടയാടുന്ന കാലത്തായിരിക്കാം, കുറ്റിക്കാട്ടിലിരിക്കുന്ന 2 പക്ഷിനെക്കാട്ടും നല്ലതാ. കയ്യിലൊരു പക്ഷി ഉണ്ട്, അതിന് നമ്മൾ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കുറ്റിക്കാട്ടിൽ 2 കിട്ടുക. അത് പോയിക്കോട്ടെ, മറ്റത് പിടിക്കാച്ചിട്ട് ചാടിയപ്പോ കയ്യിലുള്ളതും പോയി, പിടിക്കാൻ പോയതും പോയി. അപ്പൊ ഇറ്റ് ഈസ് ബെറ്റർ ടു ബി കണ്ടന്റ്. എന്തായി മാറ്റുക? അവനവനുള്ളത് കൊണ്ട് സംതൃപ്തമാവുക. വിത്ത് വാട്ട് യു ഹാവ് ദാൻ ടു റിസ്ക് ലോസിങ് എവറിഥിങ് ബൈ സീക്കിംഗ് ടു ഗെറ്റ് മോർ. നിങ്ങളതിനെ വേണ്ടാത്ത അർത്ഥത്തിൽ എടുക്കണ്ടട്ടാ, വേണ്ടാത്ത ഒരർത്ഥത്തിൽ എടുക്കണ്ട. ഇത് അത്യാഗ്രഹം പാടില്ല എന്നെങ്കിലും ആഗ്രഹങ്ങളാവാം. ഒരു സർക്കാർ ജോലി എടുക്കാൻ വേണ്ടി റിസ്ക് എടുത്താൽ ഷുവർ ആയിട്ടുള്ളത് നമുക്ക് റിസ്ക് എടുത്തിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ മറ്റൊരു തരത്തിൽ ഇതിനെ അർത്ഥത്തിൽ എടുക്കണ്ട. ഉള്ളത് കൊണ്ട് സംതൃപ്തനായി ഇരുന്നു മനുഷ്യനെങ്കിൽ ആ അത്യാഗ്രഹം പാടില്ല, പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കാണില്ല, ഉള്ളത് കൊണ്ട് കഴിഞ്ഞു കൂടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ കൊറോണ വന്നാൽ എന്താ ചെയ്യാ? നമ്മൾ അടങ്ങി നിൽക്കും. പ്രതിരോധം, പുരോഗതി, ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ അത് അത്യാഗ്രഹത്തിനാവരുത് എന്ന് മാത്രം. ക്ലിയർ? രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു ഡിവൈൻ കോഴ്സ്, ഒരു നമ്മുടെ ജീവിതത്തിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒന്നിനെ സമർപ്പിക്കുന്നതും അത്യാഗ്രഹവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഓക്കെ, നിങ്ങൾ അർഹരാണ്. ഒരു സർക്കാർ ജോലി കിട്ടാൻ നിങ്ങൾ അർഹരാണ്. സുരക്ഷിതമായ ഒരു ജീവിതത്തിന് നിങ്ങൾക്ക് അർഹത ഉണ്ട്. നിങ്ങൾക്ക് അതിനുള്ള എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ അത് നിങ്ങളുടെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്നതാണ്. നിങ്ങൾ അതിനൊന്നും മുറുക്കി പിടിക്കണമെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ജോലി കിട്ടും. ക്ലിയർ ആവുണ്ടല്ലോ? അതേസമയം നിങ്ങൾക്ക് അർഹത ഇല്ലാത്തത്, അപ്പുറത്ത് ഒരു വലിയ ധനമുണ്ട്, അത് അയാൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, അവിടേക്ക് നിങ്ങൾ പോണ്ട. നിങ്ങൾ സ്വന്തം പരിശ്രമം കൊണ്ട് ഉണ്ടാക്കൂ. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ദ ബുഷ്. കക്ഷത്തുള്ളത് വിട്ട് പറക്കാൻ പോണതിനെ പിടിക്കാൻ നിൽക്കണ്ട എന്ന് അർത്ഥം. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ മാരേജ് പാർട്ടി ഡാഷ് അറ്റ് ഡോൺ. ഇതെന്താ സംഭവം? ഇത് വേറൊന്നുമല്ല സംഭവം. ഇത് ഫ്രാസൽ വെർബ്സ് എന്ന് പറയും അല്ലെ. പുട്ട് ഓഫ്, സെറ്റ് ഓഫ്, സെറ്റ് ഓൺ, സെറ്റ് അപ്പ്. ഇതെല്ലാം തന്നെ നിങ്ങളൊരു പുസ്തകത്തിലേക്ക് എഴുതി വെക്കണം. നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കണം. കാണാപ്പാടം പഠിക്കണ്ട, തന്നെത്താൻ മനസ്സ് കയറിക്കോളും. ഞാൻ ഏറ്റവും ബെസ്റ്റ് ഞാൻ പറയുന്നത് SCERTയിലെ 8, 9, 10ാം ക്ലാസ്സിലെ പുസ്തകങ്ങൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ വായിച്ചു തുടങ്ങും. ജസ്റ്റ് വായിച്ചു തുടങ്ങും. അവിടെ ഈ ഫ്രാസൽ വെർബ്സ് ഒക്കെ ഉണ്ട്. ഇംഗ്ലീഷ് പുസ്തകം, അല്ലാതെ നിങ്ങൾ ന്യൂസ് പേപ്പർ ഒന്നും വായിക്കാൻ നിൽക്കണമെന്നില്ല. ന്യൂസ് പേപ്പർ വായിച്ചാൽ കൂടെ ഉണ്ട്, ഇംഗ്ലീഷ് പത്രം വായിക്കാനും നിൽക്കണ്ട. കാരണം നമ്മുടെ ഉള്ള സമയം ഇപ്പൊ കറണ്ട് അഫയേഴ്സ് ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റഡ് ആയിട്ട് പോകും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾ അതിന് നോട്ട് ഉണ്ടാക്കിയാൽ മതി. ഇവിടെ ഞാൻ പറയുന്നത് ദ മാരേജ് പാർട്ടി ഡാഷ് അറ്റ് ഡോൺ.
ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പരമാവധി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാട്ടോ. ഏറ്റവും ബെസ്റ്റ് വഴി ഏതാണ്? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പരമാവധി ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും SCERT ബുക്കും കവർ ചെയ്തിട്ട് മതി മറ്റെല്ലാ വിക്രസും. കുറഞ്ഞ സമയം കൊണ്ട് PSC ബ്രേക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടേത്. അത് കുറഞ്ഞ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെലവഴിക്കുന്ന, നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നതിനനുസരിച്ചിട്ടിരിക്കും. അപ്പൊ ഇവിടെ ദ മാരേജ് പാർട്ടി ഡാഷ് അറ്റ് ഡോൺ, സെറ്റ് ഓഫ് എന്നാണ് വരിക. എന്തുകൊണ്ട് സെറ്റ് ഓഫ്? സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ യാത്ര പുറപ്പെട്ടു എന്നർത്ഥമുണ്ട്. സെറ്റ് ഓഫ്, ഒക്കെ സെറ്റായി നമ്മൾ പോവുകയാണ്. ഓഫ് ആവുമല്ല കേട്ടാ, മറ്റേ ഓഫ് അല്ല, സെറ്റായി നമ്മൾ പോവുകയാണ്. അപ്പൊ സെറ്റ് ഓഫ് യാത്ര പുറപ്പെടുകയാണ്. ഒക്കെ സെറ്റായില്ലേ? PSCക്കുള്ള യാത്രയ്ക്ക് മറക്കണ്ട. കേരള PSC പരീക്ഷകളിൽ വരുന്ന ചില ഫ്രാസൽ വർക്സിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം, പല പ്രാവശ്യം വന്നത്. പുട്ട് എക്രോസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് എന്നാണ് അർത്ഥം. പുട്ട് എക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കമ്മ്യൂണിക്കേറ്റ്. പുട്ട് എക്രോസ് എന്നുള്ളതിന്റെ അർത്ഥം കമ്മ്യൂണിക്കേറ്റ്. അതായത് നിങ്ങൾക്ക് മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക, കൺവേ എ മെസ്സേജ്, ഒരു സന്ദേശം കൊടുക്കാൻ പറ്റുക. ഹി ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു പുട്ട് എക്രോസ് വാട്ട് ഹി വാണ്ടഡ് ടു സേ അറ്റ് ദ മീറ്റിംഗ്. മീറ്റിംഗിൽ അവനൊരു കാര്യം പറയാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അവനത് പറഞ്ഞൊപ്പിക്കാൻ പറ്റില്ല. നമ്മളിൽ പലർക്കും ഉള്ള വിഷയമാണ് അല്ലെ. എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് പറഞ്ഞൊപ്പിക്കാൻ പറ്റില്ല. പലപ്പോഴും ദേഷ്യം വന്നിട്ടൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ പലതും പറയും. അപ്പുറത്തുള്ള ആൾക്കാർ കൂടുതൽ ദേഷ്യം ഉണ്ടാക്കിയിട്ടു. അയാൾ നമ്മളതിനെ എന്ത് ചെയ്യും? അയാള് എന്ത് ചെയ്യും? തെറ്റിദ്ധരിക്കും. എന്നിട്ട് നമ്മൾ ഇന്നത്, അങ്ങനെ നിങ്ങളും അയാളെ തെറ്റിദ്ധരിച്ചേക്കാം. അപ്പോഴൊക്കെ പുട്ട് അക്രോസ്, നമ്മൾ നമുക്ക് മനസ്സിലുള്ള ഒരു കാര്യം മറ്റൊരാളോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാതിരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റാതിരിക്കുക. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? പുട്ട് എക്രോസ് എന്ന് പറയുന്നത്. പുട്ട് എക്രോസ്, എക്രോസ് കുറുകെ, പുട്ട് എക്രോസ്, ആ കുറുകെ എടുത്ത് കൊടുക്കുക. നമ്മുടെ മനസ്സിൽ നിന്നും മറ്റൊരാളുടെ മനസ്സിലേക്ക് എക്രോസ്, ക്രോസ് ചെയ്തായിട്ട് കൊടുക്കുക. അതിനെയാണ് പുട്ട് എക്രോസ്. പുട്ട് ഓഫോ, അത് പോസ്റ്റ് പോൺ ആണ്. സെറ്റ് ഓഫ് വേറെയാണ് കേട്ടോ. സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ യാത്ര പുറപ്പെടുക എന്നാണ്. പുട്ട് ഓഫോ പോസ്റ്റ് പോൺ ആണ്. പോസ്റ്റ് പോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീട്ടിവെക്കുക. ദ കൺസേർട്സ് ബീൻ പുട്ട് ഓഫ് അണ്ടിൽ നെക്സ്റ്റ് മന്ത്, അടുത്ത മാസം വരെ പുട്ട് ഓഫ് മാറ്റിവെച്ചു. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ മാറ്റിവെച്ചു എന്നാണ്. എന്നാൽ പുട്ടോണോ? പുട്ടോൺ എന്ന് പറഞ്ഞാൽ വെയർ എന്നാണ് അർത്ഥം. പുട്ടോൺ എ ഹാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തൊപ്പി വെച്ചു. പുട്ട് ഓൺ യുവർ ഷർട്ട് എന്ന് പറഞ്ഞാൽ ഷർട്ട് ധരിക്കുക എന്നുള്ള അർത്ഥമാണ് പുട്ടോൺ എന്നുള്ളത്. വി പുട്ട് അവർ കോട്സ്, കണ്ടോ? വി പുട്ട് അവർ കോട്സ് ഓൺ, അവർ കോട്സ് കഴിഞ്ഞിട്ട് ഓൺ, അങ്ങനെയും വരാട്ടോ. ഫ്രാസൽ വെർബ് പുട്ട് ഓൺ ഒന്നിച്ച് വരണമെന്നില്ല. വി പുട്ട് അവർ കോട്സ് ഓൺ ബിഫോർ വി വെന്റ് ഔട്ട്, നമ്മൾ പുറത്തു പോണതിന് മുന്നേ ഞങ്ങൾ കോട്ട് ധരിച്ചു. അപ്പൊ പുട്ട് ഓൺ, പുട്ട് ഓഫ്, പുട്ട് ഓക്രോസ്. ഇനി പുട്ട് ഔട്ട്, ഔട്ടാക്കുക. എന്തിനെ ഔട്ടാക്കുക? ഫയറിനെ ഔട്ടാക്കുക. ഫയർ ഔട്ടാക്കുക എന്ന് പറഞ്ഞാൽ ഫയർ കെടുത്തുക, എക്സ്റ്റിങ്ക്വിഷർ, സിഗരറ്റ് വലിക്കുന്നത് കെടുത്താം, തീ കെടുത്താം. ഹി പുട്ട് ഔട്ട് ഹിസ് സിഗരറ്റ് ബിഫോർ എന്ററിങ് ദ ബിൽഡിംഗ്. ഓക്കെ, ഹി പുട്ട് ഔട്ട് ഹിസ് സിഗരറ്റ്, സിഗരറ്റ് അവൻ എന്ത് ചെയ്തു? കെടുത്തി. ബിഫോർ എന്ററിങ് ദ ബിൽഡിംഗ്. പ്ലീസ് പുട്ട് ഔട്ട് ദ ഫയർ, ആ ഫയർ ഒന്ന് തീയൊന്ന് കെടുത്തുക എന്നുള്ളതിന് നമ്മൾ എന്തെന്ന് പറയും? പുട്ട് ഔട്ട് എന്ന് പറയും. അടുത്താണ് പുട്ടപ്പ് വിത്ത്. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ്. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോളറേറ്റ്, സഹിക്കുക. അതിനെയാണ് പുട്ടപ്പ് വിത്ത് എന്ന് പറയുന്നത്. ഐ കാണ്ട് പുട്ടപ്പ് വിത്ത് മൈ നെയ്ബേഴ്സ് നോയ്സ് എനി ലോങ്ങർ. ഓ, അയൽവാസിയുടെ ശബ്ദം കൊണ്ട് ഞാൻ സഹി കെട്ടു. ഐ കാണ്ട് പുട്ടപ്പ് വിത്ത് ഹിം, ഓ അവനെ കൊണ്ട് ഞാൻ സഹി കെട്ടു. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ സഹിക്കുക. കാണ്ട് പുട്ടപ്പ് എന്നാണ് പലപ്പോഴും വരിക, സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിനെയാണ് കാണ്ട് പുട്ടപ്പ് വിത്ത് എന്ന് പറയുന്നത്. പുട്ട് അപ്പ് വിത്ത്. പുട്ട് ഫോർവേഡോ? പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ടു പ്രപ്പോസ് ഓർ സജസ്റ്റ്. എന്തെങ്കിലും ഒരു കാര്യം പ്രപ്പോസ് ചെയ്യുന്നതിനെയോ സജസ്റ്റ് ചെയ്യുന്നതിനെയാണ് പുട്ട് ഫോർവേഡ് എന്ന് പറയുന്നത്. ഐ വുഡ് ലൈക്ക് ടു പുട്ട് ഫോർവേഡ് മൈ ഐഡിയാസ് ഫോർ ദ ന്യൂ പ്രൊഡക്റ്റ്. ആ പുതിയ പ്രൊഡക്റ്റിനുള്ള ഐഡിയാസ് ഞാൻ മുന്നോട്ട് വെക്കാം, സജസ്റ്റ് ചെയ്യാം. അപ്പൊ പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ കൺവേ എ മെസ്സേജ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് പോൺ. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ വെയർ. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ തീ കെടുത്ത, എക്സ്റ്റിങ്ക്വിഷ്. പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ്. പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ സജസ്റ്റ്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ഒരു ഭാഗത്തേക്ക് നോക്കാം. ഓക്കെ, അടുത്ത കുറച്ചെണ്ണം കൂടി ആവാം നമുക്ക്. ഓക്കെ, റെഡി ആണല്ലോ? ഇതൊക്കെ എഴുതി വെച്ചോളൂ.
സെറ്റ് ഓഫ് നേരത്തെ പറഞ്ഞു ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുക. വി സെറ്റ് ഓഫ് ഫോർ വർക്ക് അറ്റ് 7:30. 7:30 ഞങ്ങള് ജോലിക്ക് യാത്ര പുറപ്പെടാറ്. ബ്രേക്ക് ഇൻ ടു എന്ന് പറയും. അതായത് വീടോ അതല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങോ ഒക്കെ ഭേദിച്ച് കടക്കുക. ഭവനഭേദനം, കള്ളന്മാര് നടത്തുന്ന ഭവനഭേദനം ബ്രേക്ക് ഇൻ ടു ആണ്. എൻ്റർ ഫോഴ്സിബിളി, ബലം പ്രയോഗിച്ച് അകത്ത് കടക്കുക. അപ്പൊ കള്ളന്മാര് മാത്രമല്ല, ഫയർമാൻ അല്ലെ, നമ്മുടെ ഫയർഫോഴ്സ് എന്ത് ചെയ്യും? ഹാഡ് ടു ബ്രേക്ക് ഇൻ ടു ദ റൂം, തല്ലിപ്പൊളിച്ച് കടക്കേണ്ടി വന്നു. ടു റെസ്ക്യൂ ദ ചിൽഡ്രൻ, കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കള്ളന്മാരും ബ്രേക്ക് ഇൻ ടു ആണ്, ഫയർഫോഴ്സിനും പലപ്പോഴും ബ്രേക്ക് ഇൻ ടു ഉണ്ട്. ഒന്ന് നല്ലതിനാണ്, ഒന്ന് ചീത്തതിനാണ്. ആദ്യത്തേത് നല്ലതിനല്ല, അവരുടെ നല്ലതിനാണ്, നമ്മുടെ നല്ലതിനല്ല. രണ്ടാമത്തേത് ഫയർമെനും നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്, അത് നമുക്കും നല്ലൊരു കാര്യമാണ്. കാൾ സംതിങ് ഓഫ്, നേരത്തെ പുട്ട് ഓഫ് എന്ന് പറഞ്ഞില്ലേ, പോസ്റ്റ് പോൺ അല്ലേ പുട്ട് ഓഫിന് അർത്ഥം. കാൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ എന്നാണ് അർത്ഥം. ജേസൺ കോൾഡ് ദ വെഡിങ് ഓഫ്, അവന്റെ കല്യാണം ക്യാൻസൽ ആക്കി. ബിക്കോസ് ഹി വാസ് ഇൻ ലവ് വിത്ത് ഹിസ് ഫിയാൻസ്, അവന്റെ പ്രതിഷ്ഠിത വധുവുമായിട്ട് അവൻ സ്നേഹത്തിലില്ലാത്തതിനാൽ ജാസൻ അവന്റെ കല്യാണം ക്യാൻസൽ ആക്കി. അപ്പൊ കാൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ആണ്, പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് പോൺ ആണ്. അതുപോലെ തന്നെ കാളോൺ, പുട്ടോൺ എന്ന് പറഞ്ഞാൽ വെയർ അഥവാ ഡ്രസ്സ് ധരിക്കുന്നതിനല്ലേ പറഞ്ഞത്. കോളോൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് സംബഡി, ആരെങ്കിലും സന്ദർശിക്കുന്നതിനെയാണ് കോളോൺ എന്ന് പറയാം. വി കോൾഡ് ഓൺ യു ലാസ്റ്റ് നൈറ്റ് ബട്ട് യു വർ ഇൻ ഹോം, ഞങ്ങൾ നിങ്ങളെ സന്ദർശിച്ചു കഴിഞ്ഞ രാത്രി, പക്ഷെ നീ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ കോളോൺ എന്ന് പറഞ്ഞാൽ സന്ദർശിക്കുക എന്നാണ്. എന്നാൽ പുട്ടോൺ എന്ന് പറഞ്ഞാൽ വെയർ, എന്തെങ്കിലും ഡ്രസ്സ് ധരിക്കുക എന്നുള്ളതാണ്. കം അക്രോസ് എന്ന് പറഞ്ഞാൽ ആക്സിഡന്റലി മെറ്റ്, യു ഫൈൻഡ് സംതിങ് അൺഎക്സ്പെക്ടഡ്ലി. നിങ്ങൾ പൂരപ്പറമ്പിലായിരുന്നു, ചുറ്റിക്കറങ്ങിക്കൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഒരു കളിക്ക് അല്ലെ, വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, പൈസയൊക്കെ തന്നിട്ടുണ്ട്, പക്ഷെ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കരുത് അല്ലെ, ഒന്ന് വെച്ചാൽ രണ്ടിനും വെക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് നിങ്ങൾ പൂരപ്പറമ്പിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇത് കാണുന്നത്. ഇപ്പൊ വീട്ടുകാരും ഇല്ല എന്ന് ഉറപ്പ് എഴുതിയപ്പോഴായിരിക്കും നിൽക്കാൻ തോന്നി. അപ്പോഴാണ് യു കം അക്രോസ് വിത്ത് യുവർ ആംഗിൾ അല്ല വിത്ത് യുവർ അങ്കിൾ. നിങ്ങൾ അപ്പോഴാണ് നിങ്ങളുടെ അമ്മാവനെ പെട്ടെന്ന് യാദൃശ്ചികമായി കണ്ടുമുട്ടുന്നത്. പ്രശ്നമല്ലേ, അമ്മാവനും അതിന് തന്നെ വന്നതാണ്. ഇപ്പൊ രണ്ടാളും കണ്ണടച്ചു. ഇപ്പൊ കം അക്രോസ് എന്ന് പറഞ്ഞാൽ ആക്സിഡന്റലി മെറ്റ്, അൺഎക്സ്പെക്ടഡ്ലി ഫൈൻഡ് എന്നൊക്കെ പറയും. സംതിങ് ഫൈൻഡ് അൺഎക്സ്പെക്ടഡ്ലി. ഐ കെയിം അക്രോസ് ദീസ് ഓൾഡ് ഫോട്ടോസ്, ഈ പഴയ ഫോട്ടോസ് ഞാൻ യാദൃശ്ചികമായി കണ്ടു. വെൻ ഐ വാസ് ക്ലീനിങ് ദ റൂം, ആ റൂം ക്ലീൻ ചെയ്യുമ്പോൾ. ലുക്ക് ആഫ്റ്റർ എല്ലാവർക്കും അറിയുണ്ടാവും, പാസ്ഡ് അവേ പോലെ. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക, ടേക്ക് കെയർ ഓഫ്. ഐ ഹാവ് ടു ലുക്ക് ആഫ്റ്റർ മൈ സിക്ക് ഗ്രാൻഡ് മദർ, എന്റെ വയ്യാതെയായ ഗ്രാൻഡ് മദറിനെ എനിക്ക് പരിചരിക്കേണ്ടതുണ്ട്. ലുക്ക് ആഫ്റ്റർ എന്നാണ് ആ വാക്കിന്റെ മീനിങ്. ഓക്കെ, ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ ഓഫ് എന്നാണ് മീനിങ്. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്നു. 90ാമത്തെ ചോദ്യമാണ്. ഇതോടുകൂടി ഇവിടുത്തെ ഇംഗ്ലീഷ് കഴിഞ്ഞു. ഇനി നമ്മൾ മലയാളത്തിലേക്ക് കടക്കും അടുത്ത ക്ലാസ് മുതൽ. The president was specially happy to visit the school because it was his. ഫോറിൻ വേർഡ്സ് എന്നാ ഇതിനെ പറയാ. ആ ഫോറിൻ വേർഡ്സിൽ ഏതാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, പോസ് ചെയ്തിട്ട്. നമുക്ക് ആൻസറിലേക്ക് പോകാം. ഇവിടെ അൽമാ മാറ്റർ ആണ്. എന്താണ് ഈ അൽമാ മാറ്റർ? പഠിക്കാം, ഡോണ്ട് വറി. സൈൻ ഡൈ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് വീണ്ടും സമ്മേളനത്തിന്റെ തീയതി നിശ്ചയിക്കാതെ പിരിയുന്നതിനെയാണ് സൈൻ ഡൈ എന്ന് പറയുന്നത്. വീണ്ടും സമ്മേളിക്കേണ്ട തീയതി നിശ്ചയിക്കാതെ പിരിയുന്നതിനെയാണ് സൈൻ ഡൈ എന്ന് പറയുന്നത്. അനിശ്ചിത കാലത്തേക്ക് പിരിയുക എന്നൊക്കെ പറയില്ലേ. ദ പാർലമെന്റ് അഡ്ജേൺഡ് സൈൻ ഡൈ ദിസ് ആഫ്റ്റർനൂൺ. ഇന്ന് ഉച്ചയ്ക്ക് പാർലമെന്റ് അനിശ്ചിത കാലത്തേക്ക് പിരിഞ്ഞു. ഇനി അടുത്ത ഡേറ്റ് പറഞ്ഞിട്ടില്ല, അതാണ് സൈൻ ഡൈ, അനിശ്ചിത കാലത്തേക്ക്. ഇപ്പൊ ലോയേഴ്സ്, നിയമം അല്ലെ, വക്കീലന്മാര്, അവരെ കേസ് ബീയിങ് അഡ്ജേൺഡ് സൈൻ ഡൈ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ കേസ് അനിശ്ചിത കാലത്തേക്ക് നീട്ടിവെച്ചു, ഇനി ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് അത് തൽക്കാലം ആ കേസ് മാറ്റിവെച്ചു. അതിന് എന്ത് ചെയ്തില്ല, ഒരു ഡേറ്റ് പറഞ്ഞിട്ടില്ല, അടുത്ത ഹിയറിങ്ങിനോ അല്ലെങ്കിൽ മീറ്റിങ്ങിനോ പറഞ്ഞിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് കേസ് ഉണ്ട്, എനിക്ക് കേസ് വേറെ ഉണ്ടായിട്ടില്ല, ഇനി ഭാവിയിൽ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോ ചില കേസുകളൊക്കെ അങ്ങനെ മാറ്റിവെച്ചു എന്ന് കേൾക്കാറുണ്ട്. ഇൻ അതർ വേർഡ്സ്, മറ്റൊരു പറഞ്ഞാൽ ഇൻഡിഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിന് പോസ് ചെയ്ത് വെച്ചു, നിർത്തിവെച്ചു. നീട്ടിവെച്ചു എന്നല്ല പറയേണ്ടത്, അനിശ്ചിത കാലത്തേക്ക് നിർത്തിവെച്ചു എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയല്ലോ.
അപ്പൊ ദ പാർലമെന്റ് അഡ്ജേർഡ് സൈൻഡ് ആയി ദിസ് ആഫ്റ്റർനൂൺ. അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത ഒരു പോയിന്റിലേക്ക് കടക്കുന്നു. അടുത്ത പോയിന്റ് അൽമാ മാറ്റർ. എന്താണ് അൽമാ മാറ്റർ എന്ന് പറഞ്ഞാൽ? മാറ്റർ എന്ന് പറയുന്നവർ തന്നെ ഒരു മദർ ഉണ്ട് കേട്ടോ. മാതൃവിദ്യാലയം എന്നർത്ഥം. മാതൃവിദ്യാലയം എന്നാണ് അർത്ഥം അൽമാ മാറ്റർ. ആൻഡ് അൽമാ മാറ്റർ ഇസ് ദ സ്കൂൾ, കോളേജ് ഓർ യൂണിവേഴ്സിറ്റി ദാറ്റ് സമ്മൺ ഹാസ് ഗ്രാജുവേറ്റഡ് ഫ്രം. ഏതെങ്കിലും ഒരാള് പഠിച്ച സ്കൂളിനെ, സ്വന്തം സ്കൂളിനെയോ കോളേജിനെയോ യൂണിവേഴ്സിറ്റിയെയോ ആണ് അൽമാ മാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സ്വന്തം സ്കൂളിനെ നമ്മൾ സ്വന്തമായിട്ട് പഠിച്ച സ്കൂളിനെ പഠിക്കുന്നത്. സാധാരണ കോളേജിനെയോ സർവകലാശാലയെയോ ആണ് പറയുക. ഇവിടെ സ്വന്തം സ്കൂളിനെയാണ് പറയുന്നത്. അപ്പൊ സ്കൂളിൽ പാടുന്ന ഗാനമാവാം, പഠിച്ച വിദ്യാലയമാവാം, മാതൃവിദ്യാലയമാവാം, സ്കൂളിൽ പാടുന്ന ഗാനം, ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ അവനവൻ പഠിച്ച സർവകലാശാല, കോളേജിനെയൊക്കെ കുറിച്ച് നമ്മൾ സന്തോഷത്തോടു കൂടി പറയുന്നതാണ് അൽമാ മാറ്റർ. ഓക്കെ, അപ്പൊ അൽമാ മാറ്റർ എന്താണെന്ന് മനസ്സിലായി. ബോണഫൈഡ്, സർക്കാർ ഉദ്യോഗസ്ഥരായ ഇടയ്ക്കിടയ്ക്ക് അത് ഉപയോഗിക്കേണ്ടതാണ്. ബോണഫൈഡ് പർപ്പസ് എന്ന് എഴുതുക. ഉത്തമ വിശ്വാസത്തിൽ സത്യസന്ധമായി പറയുന്നതിനെയാണ് ബോണഫൈഡ് എന്ന് പറയുന്നത്. ഇൻ ഗുഡ് ഫെയ്ത്ത്. എന്നാൽ ചതിയില്ലാതെ കള്ളവും ഇല്ലാത്ത കാര്യമാണ് ബോണഫൈഡ്. എ ബോണഫൈഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇന്റന്റ് ടു സെൽ. ഇത് വിൽക്കാൻ ഉത്തമ വിശ്വാസത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രസ്താവനയാണ്, പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോ നിങ്ങൾ ചെക്കിന്റെ മുകളിലൊക്കെ തുക എഴുതുമ്പോ ബോണഫൈഡ് എന്ന് എഴുതും. നിങ്ങൾ അവിടെ ഉത്തമ വിശ്വാസത്തോടെ ബാങ്കിലേക്കൊക്കെ കൊടുക്കുമ്പോ, ഇപ്പൊ ലിങ്കന്റെ ഹാൻഡ് റൈറ്റിംഗിന്റെ ഒരു ഉത്തമ വിശ്വാസത്തിലുള്ള സാമ്പിൾ, എ ബോണഫൈഡ് സാമ്പിൾ ഓഫ് ലിങ്കൻസ് ഹാൻഡ് റൈറ്റിംഗ്. ഇനി നമുക്ക് നോക്കാം എന്താണ് വരുന്നത് എന്നുള്ളത്. എന്താണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ദ പ്രസിഡന്റ് വാസ് സ്പെഷ്യലി ഹാപ്പി ടു വിസിറ്റ് ദ സ്കൂൾ ബിക്കോസ് ഇറ്റ് വാസ് ഹിസ് അൽമാ മാറ്റർ. അത് അദ്ദേഹത്തിന്റെ മാതൃവിദ്യാലയമാണ്. ആ മാറ്റർ എന്നുള്ളത് തന്നെ ഉണ്ട് മദർ. ഓക്കെ, മാതൃവിദ്യാലയം, അദ്ദേഹത്തിന്റെ സ്വന്തം സ്കൂള്, അദ്ദേഹത്തിന്റെ സ്വന്തം കോളേജ്, അദ്ദേഹത്തിന്റെ സ്വന്തം യൂണിവേഴ്സിറ്റി. ഓക്കെ, താങ്ക് യു ആൾ. അപ്പൊ അടുത്ത ക്ലാസ് മുതൽ മലയാളം റെഡി ആയിക്കോളൂ.